സുന്നി യുവജന സംഘം 60ാം വാർഷിക സമാപന മഹാസമ്മേളനത്തിന്റെ തസ്കിയ സെഷൻ ആരംഭിക്കുകയാണ്. ആമുഖ പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് SYSന്റെ സംസ്ഥാന സെക്രട്ടറി KA റഹ്മാൻ ഫൈലി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. സ്വാഗത പ്രഭാഷണത്തിന് വേണ്ടി റഹ്മാൻ ഫൈസിയെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في الصدور. صدق الله مولانا العظيم. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, അഭിമന്യരായ ക്യാമ്പ് അംഗങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, മുസ്ലിം കൈരളിയുടെ ആധികാരിക പണ്ഡിത സഭ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രണ്ടാം കീഴ്ഘടകമായ SYSന്റെ 50ാം വാർഷികം നാം വളരെ ഗംഭീരമായി ആഘോഷിക്കുകയാണ്. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെഷനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ SYSന്റെ വിനീതനായ ഒരു ഖാദിം എന്ന നിലക്ക് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ ഈ സദസ്സിന് മുമ്പ് സമർപ്പിക്കുകയാണ്. ആമുഖ ഭാഷകന് 10 മിനിറ്റ് മാത്രമാണ് സമയമുണ്ടാകുക, അതുകൊണ്ട് നീട്ടുന്നില്ല. വിശുദ്ധ ഇസ്ലാം ഏതാനും തത്വങ്ങളും ഏതാനും നിയമങ്ങളും ഏതാനും കഥകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര സമാഹാരമോ തത്വോപദേശ സമാഹാരമോ അല്ല. മറിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ആധികാരികമായ ഭരണഘടന പരിശുദ്ധ ഖുർആനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു പറയുന്നത് ഇങ്ങനെയാണ്: യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള ഉറുദി നിങ്ങൾക്കിതാ വന്നിരിക്കുകയാണ്. വശിഫാഉൻ ലിമാ ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയാന്തര രോഗങ്ങൾക്കെല്ലാം ശമനവും. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങളും ശമിപ്പിച്ച് ശിർക്കും കുഫറും ഹസദും കിബറും റിയാവും അതുപോലെ എല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഇത്തരം രോഗങ്ങളെയൊക്കെ വിഭാടനം ചെയ്തുകൊണ്ട് കുറെ നിയമങ്ങൾ മാത്രമല്ല, നിയമാനുസൃതം ജീവിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ സംസ്കാര സമ്പന്നരാക്കുക എന്നതാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം. രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളെ മാതൃകാപരമായ രീതിയിൽ സമൂഹത്തിനും നാട്ടുകാർക്കും ജന്തുക്കൾക്കും മറ്റ് എല്ലാവർക്കും ലോകത്തിനാകമാനം മാതൃകാപരമായ രീതിയിൽ നല്ല ഒരു സമൂഹമാക്കി വളർത്തിയെടുക്കുക, ഇതാണ് ഖുർആന്റെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെ
അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. ഈ പ്രവാചകൻ നിങ്ങൾക്ക് ഖുർആൻ ഓതിത്തരും. യത്ലൂ അലൈഹിം ആയാതിഹി, ആയാത്ത് നിങ്ങൾക്ക് ഓതിത്തരും, അവർക്ക് ഓതിക്കൊടുക്കും. എന്നിട്ട് വയുസക്കീഹിം, അവരെ തസ്കിയത്ത് ചെയ്യും, അവരെ സംസ്കരിച്ചെടുക്കും. നിയമങ്ങൾ പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല, കുറെ നിയമങ്ങൾ പഠിച്ചുകൊണ്ടായില്ല. ആ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് വലിയവരെ ആദരിക്കണമെന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട്, ചെറിയവരെ സ്നേഹിക്കണമെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട്, പണ്ഡിതരെ ബഹുമാനിക്കണമെന്ന് പറയുന്നത് അങ്ങനെ തന്നെ ചെയ്തുകൊണ്ട് പൂർണ്ണമായും അത് അംഗീകരിക്കുന്ന ഒരു സമൂഹം. ഈ രീതിയിൽ അള്ളാഹുവിന്റെ മതമനുസരിച്ചുകൊണ്ട് മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ഒരു സമൂഹമാക്കി സമൂഹത്തെ മാറ്റിയെടുക്കുക. ഈ പ്രവർത്തനമാണ് തസ്കിയത്ത്, സംസ്കരണം. തസ്കിയ സമ്മേളനമാണ് നമ്മളിപ്പോൾ നടക്കാൻ പോകുന്നത്. സെഷൻ അതാ തസ്കിയ. അപ്പൊ നമ്മളൊക്കെ പ്രസംഗിക്കുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, SOSന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, പലതും ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് ശരിക്കും ആലോചിച്ച് നോക്കണം. നമ്മളിൽ പല ആളുകളും മഹാന്മാരുണ്ട്. എങ്ങനെ അവർ മഹാന്മാരായി? അല്ലാഹു പറഞ്ഞു, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. മുഅ്മിനീങ്ങളിൽ കുറെ മഹാന്മാരുണ്ട്. എന്നാണ് അവരുടെ സവിശേഷത? സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി. അല്ലാഹുവുമായി അവർ നടത്തിയ കരാർ, ആ കരാറിൽ അവർ സത്യസന്ധത പുലർത്തി. അതാണ് അവർ മഹാന്മാരാകാൻ കാരണം. എന്താണ് കരാർ? അലസ്തു ബിറബ്ബിക്കും എന്ന് ചോദിക്കുമ്പോൾ ബല ബല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതെ, നിന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ച്, നിന്റെ റുബൂബിയത്ത് അംഗീകരിച്ച്, നിന്റെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം എന്നവർ അല്ലാഹുമായി കരാർ ചെയ്തിരുന്നു. ആ കരാർ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഇവരാണ് സാദിഖീങ്ങൾ. സദഖൂ മാ ആഹദുല്ലാഹ്, ഇവർക്കാണ് സാദിഖീങ്ങൾ എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെ, നാം പഠിച്ചാൽ പോരാ, നാം തത്വങ്ങൾ പറഞ്ഞാൽ പോരാ, നാം സംഘടനയിൽ പ്രവർത്തിച്ചാൽ പോരാ, നാം നേതാക്കൾക്ക് പിന്നിലാണെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റം വരുത്താൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് ആദ്യ സെഷൻ തന്നെ തസ്കിയ എന്ന് വെച്ചിട്ടുള്ളത്. ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇവിടെ പ്രഗത്ഭന്മാരായ നമ്മുടെ നേതാക്കളാണ് പ്രസംഗിക്കുന്നത്. ഇവിടെ പ്രഭാഷണം നടത്തുന്നതിന് ഇവിടെ തെരഞ്ഞെടുത്തിട്ടുള്ള വിഷയങ്ങൾ നിങ്ങളൊക്കെ പ്രോഗ്രാമിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇവിടെ തെരഞ്ഞെടുത്ത വിഷയം, ഇതിലേക്ക് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് പല പ്രധാനപ്പെട്ട വിഷയങ്ങളുമാണ്. അതിലെ വളരെ പ്രധാനമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഒന്ന് തരീഖത്ത്, തസവൂഫ്. എന്താണ് ഈ പറയുന്നതൊക്കെ? തരീഖത്ത് എന്നാൽ എന്താണ്? അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അതാണ് നാം സ്വയം സംസ്കൃതരാകുക എന്നത് ആദ്യത്തെ ലക്ഷ്യമാവണം. പറഞ്ഞാൽ പോരാ, നമ്മൾ നന്നാവണം. നമ്മൾ ഭദ്രവേത്തിയെല്ലും മൗലൂദോതും കുത്തുബിയത്തിയെല്ലും ഒക്കെ ചെയ്യും. പക്ഷേ നമ്മുടെ ജീവിതവുമായി അതിന് വല്ല ബന്ധമുണ്ടോ നമ്മൾ നോക്കാറില്ല. നമ്മളെവിടെയൊക്കെ ചെല്ലാന്നല്ല. അതുകൊണ്ട് അതൊക്കെ ജീവിതവുമായി തട്ടിയടിപ്പിച്ച് നാം നന്നായി തീരുക. ഇതിനു വേണ്ടി തസവുഫിന്റെ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. ഖദ് അഫ്ലഹ മൻ സക്കാഹ. വളരെ ഭംഗിയായി നമ്മുടെ ശരീരത്തെ തസ്കിയത്ത് ചെയ്താൽ നമുക്ക് വിജയിക്കാൻ കഴിയുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. തസ്കിയത്ത് ചെയ്യുന്നതിനിവിടെ പഠിപ്പിക്കുന്ന ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട MT അബ്ദുൽ മുസ്ലിയാർ തസവുഫും തരീഖത്തും ഒക്കെ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ഔലിയാക്കൾ എന്നൊരു വിഭാഗം, പ്രത്യേക വിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ? ഉണ്ട്. എന്താണ് നാം പറയുന്നത്? ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഔലിയാഉ ഇല്ലൽ മുത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ മുത്തഖീങ്ങളാകുന്നു, അവർ മാത്രമാണ്. ആരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ? മുത്തഖീങ്ങൾ. അപ്പൊ ഔലിയാക്കൾ ഉണ്ട്, അവർ മുത്തഖീകളുമാണ്. അല്ലാത്തവർ ഔലിയാകുകയില്ല. അല്ലാഹുവിന്റെ വലിയ അതാണ്. അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞുതരും സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി എന്ന് പറഞ്ഞത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ. ആരാണ് ഔലിയാ? ഈ ഔലിയാക്കളുടെ കറാമത്തുണ്ട്, അവരുടെ സവിശേഷതകൾ എന്ത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ വിശ്വാസവും ഉറപ്പിക്കുകയും ഔലിയാക്കൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് വേണം, ഒക്കൂനുമായി സ്വാദിഖീൻ, ആ മഹാന്മാരുമായി ബന്ധം സ്ഥാപിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം, നന്നാക്കണം. ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തയുടെ അഭിവന്യരായ ട്രഷറർ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, കാഞ്ഞങ്ങാട് ഖാദി മഹാനവറുകൾ ഇവിടെ ക്ലാസ് എടുക്കും. അതുപോലെ തന്നെ ജീവിതത്തിൽ ചിലരൊക്കെ ബസ്സിൽ കയറുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തബ്ലീഗുകാരൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് തരക്കേടില്ലല്ലോ എന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുക നമ്മൾ.
വാസ്തവത്തിൽ നമ്മൾ ഇതൊക്കെ എന്നോ പഠിച്ചതല്ലേ. ഇത് ജീവിതത്തിലൊന്ന് പ്രാവർത്തികമാക്കി നോക്കാൻ ഈ ക്ലാസ്സിലൂടെ നമുക്ക് കഴിയണം. അതുകൊണ്ട് SYSന്റെ പ്രവർത്തകന്മാർ, ഈ ക്യാമ്പിൽ വരുന്ന ആളുകൾ സ്വയം സംസ്കൃതരാകുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ നിങ്ങൾ നന്നായി കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നും മനസ്സിലാക്കണമെന്നും മാത്രം ഞാൻ ഈ സന്ദർഭം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു മഹാസംഗമം നാം പ്രതീക്ഷിക്കുകയാണ്. അതൊക്കെ ഭംഗിയായി, വളരെ അച്ചടക്കപൂർണമായി, യാതൊരു അല്ലലുമില്ലാതെ, യാതൊരു പ്രയാസങ്ങളുമില്ലാതെ ഭംഗിയായി നിർവഹിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ സമ്മേളനം അലങ്കോലപ്പെടണമെന്നും അത് മോശമാകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ രാജ്യത്തുണ്ടാകാം, ഉണ്ടാകും, തീർച്ചയാണ്. പക്ഷേ അതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നിങ്ങൾ പ്രാർത്ഥിച്ച് നമ്മുടെ സമ്മേളനം നന്നായി തീരാൻ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ സമ്മേളനം ഒരു മാതൃകാപരമായ സമ്മേളനമാക്കി നമുക്ക് മാറ്റിത്തരുമാറാവട്ടെ. എല്ലാ നിലക്കും ഇത് നമുക്ക് മുതൽക്കൂട്ടാക്കി തരുമാറാവട്ടെ. സമസ്തയുടെ ചരിത്രത്തിൽ അഭിമാനകരമായ ഒരു സംഗമമായി കാസർകോട്ട് 60ാം വാർഷിക സംഗമം അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ അവர்களാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇപ്പോൾ എത്തിച്ചേരും. തങ്ങൾ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങൾ ഇങ്ങോട്ട് കയറി വരും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും SYSന് വേണ്ടി പ്രത്യേകമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഒരുപാട് കാലം നമുക്കൊക്കെ നായകത്വം നൽകാൻ, നമ്മുടെ സദസ്സുകളൊക്കെ അലങ്കരിക്കാനും, നമുക്ക് എപ്പോഴും നമുക്ക് എല്ലാ കാര്യത്തിലും ബർക്കത്തും സന്തോഷവും നൽകാനും അവർക്ക് അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ സംഗമത്തിൽ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത്, ഇതിൽ അധ്യക്ഷം വഹിക്കുന്നത് സമസ്തയുടെ മുസാവ മെമ്പർ ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമർ മുസ്ലിയാർ അവറുകളാണ്. മഹാനവറുകളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഞാൻ ഈ സന്ദർഭം സ്വാഗതം ചെയ്യുകയാണ്. അർഹമുർ-റാഹിമായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ നമുക്കെല്ലാം നായകത്വം വഹിക്കാനുള്ള ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ സദസ്സിൽ പങ്കെടുക്കുന്ന മഹാന്മാരായ സൂഫിയാക്കൾ, പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. അത്തിപ്പറ്റ ഉസ്താദ് എത്തിച്ചേരുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും കണ്ടപ്പോൾ രാവിലെ തന്നെ പുറപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സദസ്സ് അവസാനിക്കുന്നതിന് മുമ്പായി എത്തിച്ചേരും. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അതുപോലെ കെട്ടി ഹംസ മുസ്ലിയാർ, ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ, വി മൂസക്കോയ മുസ്ലിയാർ, TK പരീക്കുട്ടി ഹാജി, VK അബൂബക്കർ മുസ്ലിയാർ, മുടിബിദ്രി, ചെങ്കള അബ്ദുള്ള ഫൈസി, ഉസ്മാൻ ഹാജി സിദ്ധാപുരം, PC ഇബ്രാഹിം ഹാജി വയനാട്, അബുൽ ഹസൻ അസ്രത്ത് ബാഖവി, TK അബ്ദുൾ റഹ്മാൻ ഹാജി മസ്കത്ത്, KPK തങ്ങൾ, ഗോഡൻ അബ്ദുൽ ഖാദർ, KM അബ്ദുൽ ഖാദർ ഹാജി, ഹാജി സുലൈമാൻ, ഉസ്മാൻ ഫൈസി, അബ്ബാസ് ഹാജി ചെക്ക് മക്കി, മൊയ്തീൻ അബ്ബ ഹാജി മംഗലാപുരം, ഹാജി മുഹമ്മദ് ഹനീഫ് കാളാഫ്, സൈദലവി മുസ്ലിയാർ, റഫീഖ് ഹാജി കൊടങ്കെ, മെട്രോ ഷാവുൽ ഹമീദ് ഹാജി, C മുഹമ്മദ് അലി ഫൈസി, കോട്ടപ്പാടം മമ്മൂട്ടി മാസ്റ്റർ, തരുവണ തുടങ്ങി ഒരുപാട് മഹാന്മാരായ പണ്ഡിതരും നേതാക്കളും ഇവിടെ സംബന്ധിക്കുന്നുണ്ട് ഈ സെഷനിൽ. അവർക്കെല്ലാവരെയും പേര് വായിച്ചുകൊണ്ട് ഞാൻ സ്വാഗതം ഓതുകയാണ്. അതുപോലെ വളരെ ദൂരദിക്കുകളിൽ നിന്ന് രാവിലെ തന്നെ ഈ ക്യാമ്പിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, SYSന്റെ പ്രവർത്തകന്മാർ, അവർക്കെല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സുഹൃതമായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ സ്വാഗതം ഓതിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ മഹത്തായ സംഗമത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട കൊയ്യോട് ഉമർ മുസ്ലിയാർ അവരുകളോട് സവിനയം ആവശ്യപ്പെടുന്നു. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.